നമസ്കാരം. അമേരിക്കയെ തകർത്ത് ഇറാൻ യുദ്ധം വിജയിച്ചു. നെതന്യാഹുവിനെ തടവിലാക്കി ഇറാൻ പട. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇസ്രായേലിനേക്കാൾ മേൽക്കൈ നേടിയതും വിജയിച്ചതും ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഇറാനാണ് എന്ന് ഭൂരിഭാഗം ഇസ്രായേൽ ജനതയും അടക്കം വിശ്വസിക്കുന്നതായിട്ടാണ് പുതിയ സർവേ ഫലം വ്യക്തമാക്കുന്നത്. ജെറൂസലേമിലെ ഹീബ്രു യൂണിവേഴ്സിറ്റിയും ആ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ നടത്തിയ സർവേയിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തു വന്നത്. സർവേയിൽ പങ്കെടുത്ത 92.1% പേരും യുദ്ധത്തിലും അമേരിക്കൻ ഇറാൻ ഇടക്കാല കരാറിലും ഇറാനാണ് വിജയം കൈവരിച്ചത് എന്ന് അഭിപ്രായപ്പെടുന്നു. കൂടാതെ 82.9% ആളുകളും ഈ യുദ്ധം കാരണം ഇസ്രായേലിന്റെ ദീർഘകാല സുരക്ഷിതത്വം വലിയ രീതിയിൽ ദുർബലപ്പെട്ടതായിട്ടും ആശങ്ക പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് കനത്ത മങ്ങലേൽപ്പിക്കുന്നതാണ് ഈ സർവേ ഫലങ്ങൾ എന്ന് പറയപ്പെടുന്നത്. നെതന്യാഹുവിന്റെ കടുത്ത പിന്തുണക്കാരായിട്ടുള്ള വലതുപക്ഷ അനുയായികൾ 93.1% പേരും യുദ്ധത്തിൽ ഇറാനാണ് ജയിച്ചത് എന്ന് വിശ്വസിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. യുദ്ധത്തിലെ നേട്ടങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി പറയുന്ന അവകാശവാദങ്ങൾ 72.5% ജനങ്ങളും പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. അപ്പോൾ ഇതോടെ നെതന്യാഹുവിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിനുള്ള പിന്തുണ എന്ന് പറയപ്പെടുന്ന മാർച്ചിലെ 40.5% നിന്നും ജൂണിൽ എത്തുമ്പോൾ അത് വെറും 29.4% കുത്തനെ ഇടിയുകയാണ്. അതേസമയം ഗാസ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ രാജ്യം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട് എങ്കിലും ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരെയുള്ള ഇസ്രായേലിന്റെ സൈനിക നടപടിയെ ഭൂരിഭാഗം പേരും പിന്തുണയ്ക്കുന്നുണ്ട്. സർവേയിൽ പങ്കെടുത്ത 48.1% പേർ ഈ നീക്കത്തെ അനുകൂലിച്ചപ്പോൾ 21% പേർ മാത്രമാണ് എതിർത്തത്. 2026 ഫെബ്രുവരി മാസം 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് ഇറാനിൽ നടത്തിയ ആക്രമണമാണ് പശ്ചിമേഷ്യ ഒന്നാകെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളത്. അപ്പോൾ നെതന്യാഹുവിന്റെ ജനപ്രീതി ഇടിഞ്ഞ് എന്നാണ് പുറത്തു വരുന്ന സർവേകളിൽ നിന്ന് തെളിയുന്നത്. സ്വന്തം നാട്ടുകാരിൽ നിന്ന് തന്നെ കനത്ത പ്രഹരമാണ് അദ്ദേഹം നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നതാണ്. ഇറാനുമായി നടത്തിയ യുദ്ധത്തിൽ ഒടുവിൽ വിജയിച്ചത് ഇറാൻ തന്നെയാണ് എന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് സാക്ഷാൽ ഇസ്രായേൽ ജനത. ജെറൂസലമിലെ പ്രശസ്തമായുള്ള ഹീബ്രു യൂണിവേഴ്സിറ്റി നടത്തിയ ഏറ്റവും പുതിയ സർവേയിലാണ് നെതന്യാഹു സർക്കാരിനെ പൂർണ്ണമായിട്ടും പ്രതിക്കൂട്ടിലാക്കുന്ന ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത് എന്നുള്ളത്. സർവേയിൽ പങ്കെടുത്ത 92% ഇസ്രായേലികളും യുദ്ധത്തിൽ ഇറാനാണ് വിജയിച്ചത് എന്ന് അടിവരയിട്ട് പറയുകയാണ്. US-ഉം ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ചരിത്രപരമായിട്ടുള്ള സമാധാന കരാറിന് പിന്നാലെ ജൂൺ 17-നും 20-നും ഇടയിലാണ് ഈ നിർണായകമായിട്ടുള്ള സർവേ ഇപ്പോൾ നടന്നിരിക്കുന്നത്. നെതന്യാഹുവിനെ കണ്ണുമടച്ച് പിന്തുണയ്ക്കുന്ന തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള ഇസ്രായേലികളിൽ അവരിൽ പോലും ഏകദേശം 93.1% പേരും വിശ്വസിക്കുന്നത് ഇറാൻ തന്നെയാണ് കളം പിടിച്ചത് എന്നാണ്. ഇസ്രായേൽ പ്രഖ്യാപിച്ച യുദ്ധലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഭരണകൂടം ദയനീയമായിട്ട് പരാജയപ്പെട്ടുവെന്ന് 80%-ലേറെ ജനങ്ങളും വിശ്വസിക്കുന്നതായിട്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നെതന്യാഹു യുദ്ധം മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കാൻ വെറും 26.5% ആളുകൾ മാത്രമേ ഇസ്രായേൽ ഇന്നുള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ ജനത മാർക്കിട്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സർവേയിൽ പങ്കെടുത്ത 70% ആളുകളും ഈ യുദ്ധ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ വൻ പരാജയമായിരുന്നു ട്രംപ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ ഇതിനിടെ പശ്ചിമേഷ്യയിൽ കനത്ത യുദ്ധ സാഹചര്യം അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനും US-ഉം തമ്മിലുള്ള അതിഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ അതിനിർണായകമായിട്ടുള്ള ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് ഇറാന്റെ വൻ ഉന്നതതല സംഘം തന്നെ സ്വിറ്റ്സർലൻഡിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഗാലിബാഫും ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറഗാച്ചി എന്നിവരാണ് ഇപ്പോൾ ഇറാൻ സംഘത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. US സംഘത്തിന് നേതൃത്വം നൽകുന്നത് വൈസ് പ്രസിഡന്റായിട്ടുള്ള JD വാൻസ് ആണ്. മധ്യസ്ഥത വഹിക്കുന്നതിനായിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീറും സ്വിറ്റ്സർലൻഡിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഇറാനും US-ഉം തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയിട്ടും ഇസ്രായേൽ ഇപ്പോഴും ലെബനനിൽ ചോരപ്പുഴ ഒഴുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കൂട്ടക്കുരുതി തുടരുന്ന പശ്ചാത്തലത്തിലാണ് സ്വിറ്റ്സർലൻഡിൽ ലോകം ചുറ്റുന്ന ഈ നിർണായക ചർച്ച നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച 14 ധാരണാപത്രം ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇവിടെ ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ വളരെ അടിയന്തരമായിട്ട് വെടിനിർത്തൽ കൊണ്ടുവരുന്ന ഒരു കാര്യം ഈ ചർച്ചകളിൽ അജണ്ടയെ മാറിയേക്കും എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ലെബനനിലെ ഇസ്രായേൽ സൈനിക നടപടികളെ ചൊല്ലി കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഖത്തർ US-ന് സമ്മാനിച്ച പുതിയ എയർഫോഴ്സ് 1 വിമാനം അനാച്ഛാദനം ചെയ്യുന്നതിനിടെയായിരുന്നു ട്രംപിന്റെ പരാമർശങ്ങൾ. അതായത് ഇസ്രായേലിനൊപ്പം ഞങ്ങൾ മികച്ച രീതിയിലാണ് പോരാടിയിട്ടുള്ളത് എന്നും ഇസ്രായേലുമായിട്ട് വലിയൊരു ബന്ധമാണുള്ളത് എന്ന് ട്രംപ് പറയുന്നു. ഇറാനെതിരെ സമീപകാല യുദ്ധം അത് പരാമർശിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞത് പോരാളിയായിട്ടുള്ള പ്രധാനമന്ത്രി എന്നാണ് നെതന്യാഹുവിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള അംഗീകാരം നൽകണമെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇറാനുമായിട്ടുള്ള യുദ്ധം ശാശ്വതമായിട്ട് അവസാനിപ്പിക്കുവാനും 60 ദിവസത്തെ ചർച്ചകൾക്ക് തുടക്കമിടാനുമുള്ള ധാരണാപത്രത്തിൽ US ഒപ്പുവെച്ചിരിക്കുന്നു. എന്നാൽ ഈ കരാർ ജെറൂസലമിൽ കടുത്ത ആശങ്ക
സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ലെബനനിൽ വെടിനിർത്തൽ ഉറപ്പാക്കുന്ന കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്ന് ഇറാൻ ആവശ്യപ്പെടുമ്പോൾ അതിർത്തി നഗരങ്ങളെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ ദക്ഷിണ ലെബനനിലെ ബഫർ സോണിൽ സൈന്യത്തെ നിലനിർത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ നെതന്യാഹു ആവർത്തിച്ചിരിക്കുന്നത്. താൻ ഈ ധാരണാപത്രത്തിന് ബാധ്യസ്ഥനല്ല എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഇസ്രായേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് എത്തിയെങ്കിലും സ്ഥിതി അതീവ ദുർബലമാണ്. കരാറിനെ ഇറാൻ എത്രത്തോളം അംഗീകരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ലെബനനിലെ ഇസ്രായേൽ സൈന്യം കരാറിന്റെ ലംഘനമാണ് നടത്തിയിട്ടുള്ളത് എന്ന് ടെഹ്റാന്റെ വാദം വരുന്നു. ഒപ്പം തന്നെ ചർച്ചകൾ പുരോഗമിച്ചില്ലെങ്കിൽ ഇറാനെതിരെ വീണ്ടും ബോംബാക്രമണം നടത്താൻ തയ്യാറാണെന്ന് ട്രംപിന്റെ ഭീഷണി വരുന്നു. എന്നാൽ യുദ്ധം വീണ്ടും തുടങ്ങിയാൽ ഹോർമൂസ് കടലിലേക്ക് ഇറാൻ അടച്ചുപൂട്ടുമെന്നും അത് എണ്ണ വിതരണത്തെ അത് ബാധിക്കുമെന്നുള്ള തിരിച്ചറിവ് തനിക്കുണ്ടെന്ന് കൂടി അവർ പറയുന്നുണ്ട്. അപ്പോഴും ഒരു കാര്യം സമ്മതിച്ചേ മതിയാവൂ, ഈ ഇതിനിടയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം എന്ന് പറയപ്പെടുന്നത് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ലെബനനിൽ നെതന്യാഹു സ്വീകരിക്കുന്ന നടപടികൾ ഇറാനുമായിട്ട് സമാധാനം സ്ഥാപിക്കുവാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തെ അട്ടിമറിക്കുമെന്ന് US ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതായത് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന ഈ കെസറ്റ്, അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്നതാണ്. ലെബനനിലെ സൈനിക സാന്നിധ്യം, ഈ സൈനിക നടപടികൾ തുടരുന്ന വലിയൊരു ദുരന്തം, ആ ദുരന്തത്തിന് വഴിവെക്കുമെന്ന് ഒരു ഭരണകൂട ഉദ്യോഗസ്ഥരടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അമേരിക്കയെ തകർത്തെറിയാൻ നോക്കുന്ന ഇറാൻ പലപ്പോഴും അതിൽ വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ടാർഗറ്റ് ചെയ്യൽ തകർന്ന് തരിപ്പണമാകുന്ന അമേരിക്കയാണ് കാണാൻ കഴിയുന്നത്. അത് ഇറാന്റെ ഒരു യുദ്ധബുദ്ധിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ നെതന്യാഹുവിനെ തടവിലാക്കാൻ വേണ്ടിയിട്ട് ഇറാന്റെ കടന്നുകയറ്റം എന്ന് പറയപ്പെടുന്ന എത്തിക്കഴിഞ്ഞു. ആ ഒരു സ്റ്റേജിലേക്ക് ഇറാൻ കടന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ അമേരിക്കയെ തകർക്കുക, ഇസ്രായേലിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക്, അല്ലെങ്കിൽ നെതന്യാഹുവിനെ ഇല്ലാതാക്കുക, ട്രംപിനെ വകവരുത്തുക എന്നതൊക്കെ മാത്രമാണ് ഈ യുദ്ധം കൊണ്ട് ഇറാനും അർത്ഥമാക്കുന്നതെന്ന് പറയേണ്ടി.